നല്ല വലിയ ദോശയും നെയ്റോസ്റ്റും മസാല ദോശയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യത്തിൽ ദോശക്കല്ല് വാങ്ങി വെച്ചാൽ മാത്രം പോരാ. അതൊന്ന് മയക്കിയെടുത്ത് അതിൽ നല്ലൊരു ദോശ ചുട്ടെടുക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഞാനിവിടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് റോക്കിൻ്റെ ഒരു പ്രീ സീസൺഡ് ദോശക്കല്ല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യം പ്രീ സീസൺഡ് ആണെങ്കിലും ഞാൻ എൻ്റെ വക ഒരു 1, 2, 3 മയക്കലുകളും കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ദോശക്കല്ല് കഴുകി വൃത്തിയാക്കി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായപ്പോൾ ഒരിത്തിരി ഓയിൽ ഒഴിച്ച് സവാള കൊണ്ട് ഒന്ന് പരത്തി കൊടുത്തു. ചിലരുണ്ടല്ലോ ഈ സവാള നന്നായി കൊത്തി എരിഞ്ഞിട്ട് ഇതിങ്ങനെ ഈ ദോശക്കല്ലിൽ വാട്ടിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ, ദോശ ചുടുന്നതിന് മുമ്പ്. പക്ഷേ ഞാനൊരിത്തിരി മടിച്ചി ആയതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആദ്യത്തെ ദോശയെ അങ്ങോട്ട് വട്ടത്തിൽ പരത്തി കൊടുത്തു. ഈ ദോശമാവ് ഇങ്ങനെ കല്ലിലേക്ക് ഒഴിച്ച് വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിച്ച് പരത്തിയെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അങ്ങനെ വട്ടത്തിൽ പരന്ന് വരുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് കൂടെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് നടന്നത്. പക്ഷേ ഇനി കാണാൻ പോകുന്നതാണ് പൂരം. ഞാൻ ഈ കഷ്ടപ്പെട്ട് മയക്കിയതൊന്നും ദോശക്കല്ല് അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് തോന്നണേ. ദോശയ്ക്ക് കല്ലിൽ നിന്ന് വിട്ടുപോരാൻ നല്ല മടിയായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഐക്യേൻ്റെതായ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് കുറേയൊക്കെ പ്രശ്നം ഇങ്ങനെ സോൾവ് ആയി കിട്ടും കേട്ടോ. ഈ ഒരു സ്പാച്ചില കുറച്ചൊരു മൂർച്ചയുള്ള ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ കുറേ നേരം പിടിച്ചു നിൽക്കാൻ നമ്മുടെ ദോശയ്ക്ക് പറ്റിയില്ല. കുറച്ചൊക്കെ ഷേപ്പ് മാറി എന്നുണ്ടെങ്കിലും വലിയ തിരക്കേടില്ലാതെ ഞാൻ അങ്ങോട്ട് ഇളക്കിയെടുത്തു. രണ്ടാമത്തേതെങ്കിലും ശരിയായാലോ എന്ന് വെച്ചിട്ട് കല്ലൊന്നുകൂടെ വെള്ളമൊഴിച്ച് തണുപ്പിച്ച് ഓയിലൊന്ന് പരത്തിയ ശേഷം രണ്ടാമത്തെ ദോശയും ചുട്ടു നോക്കി. അതിൻ്റെ അവസ്ഥ ആദ്യത്തേതിനെക്കാട്ടിലും പരിതാപകരമായിരുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എന്താ, മൂന്നാമത്തെ ദോശ ഉണ്ടാക്കി. ഒന്നാമത്തേത് പാളിപ്പോയപ്പോൾ വിചാരിച്ചു രണ്ടാമത്തേതിൽ ശരിയാവുന്നു. രണ്ടാമത്തേത് തെറ്റിയപ്പോൾ വിചാരിച്ചു മൂന്നാമത്തേതിൽ ശരിയാക്കാമെന്ന്. പക്ഷേ മൂന്നാമത്തെ ദോശയുടെ അവസ്ഥയും ഏകദേശം ഇതേപോലൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് എന്തെങ്കിലും സൊല്യൂഷൻ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ബൈ.